നമസ്കാരം, ഞാനിന്ന് സാനന്ദ് ഗുജറാത്തിലാണ്. ടാറ്റയുടെ ഇലക്ട്രിക് പാസഞ്ചർ മൊബിലിറ്റി പ്ലാന്റിൻ്റെ അകത്താണ് കയറുവാണ് ഞങ്ങൾ ഈ പ്ലാന്റിലേക്ക്. നിങ്ങൾക്ക് കാണാം ബാക്കിൽ നെക്സോണുകൾ ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റിനാണ് നെക്സോണും നെക്സോൺ EVയും നെക്സോണിൻ്റെ IC എഞ്ചിനും നെക്സോൺ EVയും ഈ ഒരു പ്ലാന്റിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സാനന്ദിൽ വേറൊരു പ്ലാന്റ് ഉണ്ട്. അവിടെയാണ് വേറെ മേജർ ആയിട്ടുള്ള ടിയാഗോ, നാനോ ഒക്കെ അവിടെയാണ് ഉണ്ടാക്കിയിരുന്നത്. അത് തൊട്ടടുത്താണ്. ഇത് ഏറ്റവും പുതിയതാണ്. ഈ ഒരു പ്ലാന്റ് എനിക്ക് തോന്നുന്നു 2023 ഈ പ്ലാന്റ് ഫോർഡിൻ്റെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്ത്. എന്താണെങ്കിൽ ഈ പ്ലാന്റിൽ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ ടേക്ക് ഓവർ 2022 ജൂലൈയിൽ ടേക്ക് ഓവർ ടോക്സ് തുടങ്ങിയാലും 2023 ജാനുവരിയിലാണ് കംപ്ലീറ്റ് അക്വസിഷൻ അല്ലെങ്കിൽ ടേക്ക് ഓവർ നടന്നത്. എന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ 2024 ജാനുവരിയിൽ നെക്സോണിൻ്റെ ഫസ്റ്റ് റോൾ ഔട്ട് നടത്തി ഈ ഒരു പ്ലാന്റിൽ നിന്ന്. ഈ ഒരു പ്ലാന്റ് ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ടാറ്റയുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റി. അതിൽ ഹെൽപ്പ് ചെയ്ത് JLRും അതുപോലെ ജാഗോ ലാൻഡ് റോവറും അതുപോലെ തന്നെ TCSൻ്റെ എല്ലാം ഹെൽപ്പോടുകൂടിയാണ് കംപ്ലീറ്റ് ആ ഒരു അക്വസിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് റോൾ ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. സോ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലായിരുന്നു. JLRൻ്റെയും ടാറ്റ TCSൻ്റെയും ഒക്കെ ഹെൽപ്പോടുകൂടിയാണ് അത് നടത്താൻ പറ്റിയതും ടാറ്റയ്ക്ക്. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വർഷം ആനുവൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 3 ലക്ഷം വാഹനങ്ങളാണ് ഇവിടുന്ന് പ്രൊഡക്ഷൻ ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം 4,20,000 വാഹനങ്ങൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഈ ഒരു പ്ലാന്റിന് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ പ്ലാന്റ് ടാറ്റ ഫോർഡിൻ്റെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്ത പ്ലാന്റാണ്. ഇത് അക്വയർ ചെയ്തത് 2022 ജൂലൈയിലാണ് അതിൻ്റെ ടോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും 2023 ജാനുവരിയിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടും അക്വയർ ചെയ്യുന്നതും. അവിടെ നിന്നാണ് ഓരോരോ ഇതിൻ്റെ പല കാര്യങ്ങളും അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും കാര്യങ്ങളെല്ലാം. പക്ഷേ അവരന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇതിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ആളുകൾ, അല്ലെങ്കിൽ ഫോർഡിൽ അന്ന് ജോലി ചെയ്തിരുന്ന ആളുകൾ ഓൾമോസ്റ്റ് 1 ഇയർ വീട്ടിലിരിക്കുകയും അവിടുന്ന് അവരെ അക്വയർ ചെയ്ത് കംപ്ലീറ്റ് 100% ഇവരുടെ ആ ഫോർഡിലുണ്ടായിരുന്ന എംപ്ലോയീസിനെയും ടാറ്റ അക്വയർ ചെയ്ത് ഈ ഒരു പ്ലാന്റിൽ ജോലി നൽകി. സോ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ വർ ആക്ച്വലി സ്ട്രഗ്ലിങ്. ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ ദേ ടുക്ക് എ ഡിസിഷൻ ദാറ്റ് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ആളുകൾ 100%ഉം അവർ അക്വയർ ചെയ്തു. ആ ആളുകൾക്കെല്ലാം ഇനി അങ്ങോട്ട് മുന്നോട്ട് വളരണം, അല്ലെങ്കിൽ അവരുടെ ഭാവി കൃത്യമാക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ദേ സ്റ്റാർട്ടഡ് ദെയർ ഓൺ യൂണിവേഴ്സിറ്റി. നളന്ദ എന്ന പേരിൽ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു നോർമൽ വർക്കർ ആണെങ്കിലും ITI ഒക്കെ കഴിഞ്ഞ് വന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഡിപ്ലോമ പഠിക്കാനായിട്ടുള്ളൊരു അവസരം ഇവിടെ തന്നെ കൊടുത്തു. കംപ്ലീറ്റ്ലി ടേക്കൺ കെയർ ബൈ ടാറ്റ. ഒരു രൂപ പോലും മേടിക്കാതെ, ഒരു ബോണ്ടില്ല, അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ബോണ്ടും ഇല്ലാതെ അവർക്ക് ഇവിടെ ജോലി ചെയ്യാം. അതോടൊപ്പം ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് BTech ചെയ്യാം, BTech കഴിഞ്ഞ ആൾക്ക് MTech ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്നില്ല, ഇവിടെ ജോലി ചെയ്യാനായിട്ട് അവർക്ക് എല്ലാവർക്കും താല്പര്യമായിരിക്കും. ഓഫ് കോഴ്സ് അത് അല്ല, ഇനിയിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ദേ ക്യാൻ ആക്ച്വലി ഗോ അബ്രോഡ് ഓർ എനി അതർ കമ്പനി. അത് അങ്ങനെ ഒരു ഫെസിലിറ്റിയിലാണ് ടാറ്റ ഞങ്ങളെ അവരുടെ പ്ലാന്റ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവന്ന് കാണിച്ചത്. സോ ദാറ്റ് ഈസ് എപ്പോഴും ടാറ്റയെ പറ്റി നമുക്കറിയാം. ടാറ്റയുടെ എല്ലാ കമ്പനിയിലും, ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാരും അവരുടെ വെൽബീയിങ്ങിന് അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ടാറ്റ നിലനിൽക്കുന്നത്. അവരെ മറന്നിട്ടൊരു പരിപാടി ടാറ്റ ഒരിക്കലും ചെയ്യാറില്ല. ടാറ്റയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ലോങ് ടേം ആയിട്ട് ടാറ്റയിൽ തന്നെ ജോലി എടുക്കും. സോ ഈ ഒരു ഫെസിലിറ്റി, ഈ ഒരു ക്ലാസ് റൂമൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് റൂമിലാണ് നിൽക്കുന്നത്. ആ ഒരു ക്ലാസ് റൂമെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഫുള്ളി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ, ഒരു ഡിപ്ലോമ കോളേജിൽ, ഒരു MTech പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അത് UGC ആയിട്ടുള്ള കൊളാബറേഷനിലൊക്കെയാണ് ചെയ്യുന്നത്. പല യൂണിവേഴ്സിറ്റീസായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലാസ്സസ് ആണ് കൂടുതൽ നടക്കുന്നത്. യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടാണ് ആളുകളെല്ലാം പ്രാക്ടിക്കൽസ് ചെയ്യുന്നത്. അതുകൂടാതെ ഫാക്കൽറ്റി എല്ലാം പല എഞ്ചിനീയറിംഗ് കോളേജസിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അവരുടെ ജോലിയെ ഇത് ബാധിക്കുന്നുമില്ല. അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് അവർ ബാക്കി ഇവിടുത്തെ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ് ഡൺ ബൈ ടാറ്റ. സോ പ്ലാന്റിൽ ഞങ്ങളെ ആദ്യം കൊണ്ടുപോയത് നളന്ദയിലായിരുന്നു. അതിനുശേഷം കംപ്ലീറ്റ് വാഹനത്തിൻ്റെ ഈ പ്ലാന്റിൽ എന്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ടെന്ന് കാണിക്കാനായിരുന്നു. അതിന് ആദ്യം കൊണ്ടുപോയത് പെയിൻറ്റ് ഷോപ്പിലായിരുന്നു. പെയിൻറ്റ് ഷോപ്പ് കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായി എത്രമാത്രം ശ്രദ്ധയോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ കൂടുതലും റോബോട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഡിപ്പ് ചെയ്തിട്ടാണ്. ഡിപ്പ് ചെയ്തതിന് ശേഷം വാഹനം ബേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവനിൽ ബേക്ക് ചെയ്യുന്നു. അതിനുശേഷമാണ് ഏത് ഡിസൈഡ് പെയിൻറ്റ് ഏതാണെന്നുള്ള ബൂത്തിലേക്ക് പോകുന്നത്. ഏത് പെയിൻ്റ് ആണെന്ന് വെച്ച് നിശ്ചയിച്ച് ആ പെയിൻറ്റ് ബൂത്തിലേക്ക് പോകുന്നത്. അതിന് മുമ്പ് സീലിംഗ് ചെയ്യുന്നു. സീലിംഗ് എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം തന്നെ കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആണ്, റോബോട്ട്സ് ആണ് ചെയ്യുന്നത്. സോ സീലിംഗ് കഴിഞ്ഞിട്ട് നേരെ
പ്രൈമർ അടിക്കാനായിട്ട് പോകുന്നു. പ്രൈമർ അടിച്ച് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ബേസ് കോട്ട്, ഇൻറ്റീരിയർ ബേസ് കോട്ടിലേക്ക് പോകുന്നു, എക്സ്റ്റീരിയർ ബേസ് കോട്ടിലേക്ക് പോകുന്നു. അവിടെയാണ് ഏത് പെയിൻ്റാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് പെയിൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. രസമാണ്, കാരണം ഒരേ പെയിൻ്റ് അല്ല വരുന്ന ആ ഒരു കംപ്ലീറ്റ് കൺവെയർ ബെൽറ്റ് വരുന്ന വാഹനങ്ങളെല്ലാം പല പല കളേഴ്സ് ആയിരിക്കും. അപ്പോൾ റോബോട്ട്സ് ആണ് പെയിൻറ്റ് സ്പ്രേ ചെയ്യുന്നതല്ല, പ്രൈമർ അടിക്കുന്നതും ബേസ് കോട്ട് അടിക്കുന്നതും. ആ ബേസ് കോട്ട് പോലും 2 കോട്ട് അടിക്കുന്നുണ്ട്, 2 പ്രാവശ്യം ഇത് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും അടിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ക്ലിയർ കോട്ട് വരുന്നത്. ഈ ക്ലിയർ കോട്ടിന് ശേഷം വീണ്ടും ഈ വാഹനം അവനിൽ കയറുന്നു. അങ്ങനെ അത് മുഴുവൻ ക്യൂറായി പ്രോപ്പർ പെയിൻറ്റിങ്ങോടുകൂടി വീണ്ടും അടുത്ത ഡിസൈഡ് സ്പേസിലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ട് ഇപ്പം എന്തെങ്കിലും നമുക്ക് സ്റ്റിക്കറിങ് വേണമെങ്കിൽ ഈ ബ്ലാക്ക് ആൻഡ് സ്റ്റിക്കറിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ 3M സ്റ്റിക്കറിങ് എല്ലാം അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സി പില്ലറിലുള്ള ആ ഒരു സ്റ്റിക്കറിങ്, ബ്ലാക്ക് ആൻഡ് ചെയ്ത സ്റ്റിക്കറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഈ വാഹനം പോകുന്നത്. പിന്നെ ഇതിനകത്ത് വീണ്ടും ഒരു വാക്സിങ്, നമ്മൾ നോർമലി പെയിൻറ്റ് വാക്സിങ് ആണെന്ന് വിചാരിക്കും, അല്ല, ഇതിൻ്റെ ഒരു ഹോൾസ് ഉണ്ട് ഓരോ ഡോറിൻ്റെ പാർട്ടിലും, അതുപോലെ അങ്ങനെയുള്ള സാധനം. ഇതൊരു വാക്സിങ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് നമ്മൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി, തുരുമ്പൊക്കെ പിടിക്കാനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത് അടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒരു ഹോളിലേക്ക് ഇതുപോലെ ഒരു റോബോട്ട് ഒരു സാധനം വാക്സ് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഈ വാഹനം ടിൽറ്റ് ചെയ്യുന്നു, അത് മുഴുവൻ കംപ്ലീറ്റ് സ്ഥലങ്ങളിൽ വരാനായിട്ട്. അങ്ങനെയുള്ള കഴിഞ്ഞിട്ടാണ് ഈ വാഹനം ഫൈനലിലേക്ക് എത്തുന്നത്. സോ ഇഷ്ടമുള്ള പെയിൻറ്റിൽ നല്ല ഭംഗിയായിട്ട് പോളിഷിംഗ് ഒക്കെ ചെയ്ത് ഈ സാധനം പുറത്തേക്ക് വരുന്നു. സോ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിൽ ഡ്യുവൽ ടോൺ ആണെങ്കിൽ ഈ ഒരു ഫൈനൽ പ്രോസസ്സിന് മുമ്പ് വീണ്ടും ഇത് വേറൊരു കൺവെയർ ബെൽറ്റിൽ പോയിട്ട് ഡ്യുവൽ ടോണിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ, അപ്പം ഈ കംപ്ലീറ്റ് പെയിൻറ്റിങ് കഴിഞ്ഞ വാഹനം വീണ്ടും ആ ഒരു ബെൽറ്റിൽ വന്നിട്ട് അതിൻ്റെ ടോപ്പിലോ അല്ലെങ്കിൽ ഡ്യുവൽ ടോണിന് വേണ്ട കളേഴ്സ് സൈഡ് കളേഴ്സിൻ്റെ ആ ഭാഗത്ത് വീണ്ടും വരുന്നു. ദെൻ കംപ്ലീറ്റ് പ്രോസസ്സ് ഒന്നുകൂടെ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഡ്യുവൽ ടോണിന് കുറച്ചും കൂടി പൈസ കൂടുതൽ വരുന്നത് നോർമൽ പെയിൻറ്റിങ്ങിനേക്കാളും. ഇപ്പോൾ നമ്മൾ ഈ പ്ലാന്റിൻ്റെ ബോഡി ഷോപ്പിലാണ്. ബോഡി ഷോപ്പിൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് വെൽഡിങ് ഏരിയ ആണ്. സ്പോട്ട് വെൽഡിങ് ഇവിടെയാണ് നടക്കുന്നത്. റെസിസ്റ്റൻസ് വെൽഡിങ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെയുള്ള സ്ലീവ്സും എല്ലാം ഇട്ടിട്ടാണ് ഇവിടെ കയറ്റുള്ളൂ. ഗ്ലാസ്സസ് എല്ലാം വെക്കണം. അത് വെൽഡിങ് നടക്കുന്നതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും പല പല പാർട്സ് ആണ് ഇവിടെ ഓരോ സ്പേസിലും. ഇപ്പോൾ ഒരു ബോഡിയുടെ പല പല പാർട്സ്, ഇപ്പോൾ ഫ്രണ്ട് എൻഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ബോഡി സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിലെ ബോഡി സൈഡും ഫ്രണ്ട് എൻഡും, അതാണ് ഈ ഒരു ഭാഗത്ത് വെൽഡ് ചെയ്യുന്നത്. അതെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പാർട്സ് എല്ലാം വെൽഡ് ചെയ്ത് ഓരോ വെൽഡിങ് സ്പോട്ടിൽ വെച്ചിട്ടും എല്ലാ പാർട്സിൻ്റെയും ക്വാളിറ്റി ചെക്കും നടത്തിയിട്ടാണ് ഈ പാർട്സ് എല്ലാം വരുന്നത്. സോ ബോഡി ഇപ്പോൾ വെൽഡിങ്ങിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് റീചെക്ക് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് പോകുന്നത്. ഇത് പോയി എല്ലാം കൂടി ഒരു സ്പോട്ടിൽ ചെന്നിട്ട് എല്ലാ പാർട്സും കൂടി ഒരുമിച്ച് വെൽഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡ് പാനലാണ് വെക്കുന്നത്. അപ്പോൾ സൈഡ് പാനലും അതുപോലെ റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള സൈഡ് പാനലും അതുപോലെ ബോഡി റൂഫ് ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. ചെറിയ ചെറിയ പാർട്സ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അതെല്ലാം ഒരുമിച്ച് വെൽഡ് ചെയ്ത് ഒറ്റ പാർട്ടായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. സോ ഇവിടെയാണ് ഈ സൈഡ് പാനൽ, 2 ലെഫ്റ്റിലെയും റൈറ്റിലെയും സൈഡ് പാനലും അതുപോലെ ബോഡി റൂഫും കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് വെൽഡ് ചെയ്തിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് പാർട്ടായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് അല്ലെങ്കിൽ മുമ്പിൽ നിങ്ങൾക്ക് കാണാം വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ചെയ്തിട്ടാണ് ഇത് ഓരോന്നും ഈ ഒരു കൺവെയർ ബെൽറ്റിലൂടെ പോകുന്നത്. അതാണ് ഒരു വാഹനത്തിൻ്റെ സൈഡ് പാനൽ. സൈഡ് പാനൽ സെപ്പറേറ്റ് ഒരു പാർട്ടായിട്ട് ബാക്കി സ്ഥലത്തു നിന്ന് വന്നിട്ട് സൈഡ് പാനൽ ഇപ്പോൾ അത് വാഹനത്തിലേക്ക് ഒരുമിച്ച് സൈഡ് പാനൽ ചെയ്യും. അതുപോലെ സൈഡ് പാനൽ കയറുന്ന പോലെ തന്നെ ബോഡിയിലെ റൂഫും എല്ലാം ഒരുമിച്ച് വന്നിട്ട് ഒരു ഫുൾ കാറിൻ്റെ സ്ട്രക്ചറായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഫുൾ സ്ട്രക്ചറായിട്ടാണ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. സോ ആ ഒരു സൈഡ് പാനലും ടോപ്പും വെച്ച് കഴിഞ്ഞിട്ട് ബോഡി പാനൽസ്, ബാക്കിയുള്ള അണ്ടർ ബോഡിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാമാണ് ആ ഒരു ഭാഗത്ത് അസംബിൾ ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി റോബോട്ട്സ് ആണ് ചെയ്യുന്നത് ആ വെൽഡിങ്ങും കാര്യങ്ങളും. സോ ബോഡി പാനലിൻ്റെ കൂടെ സൈഡ് ബോഡി പാനലിൻ്റെ കൂടെ അണ്ടർ ബോഡി എല്ലാം സ്പോട്ട് വെൽഡിങ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. അത് കഴിഞ്ഞിട്ട് വാഹനം മൂവ് ചെയ്യുന്നത് ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക്. ആ മുകളിൽ കാണുന്നുണ്ടോ, മുകളിൽ മൂവ് ചെയ്യുന്നുണ്ടോ, മുകളിലത്തെ സ്ട്രിപ്പിലൂടെ വരുന്നതാണ് അണ്ടർ ബോഡി. ഇപ്പോൾ ആ മൂവ് ചെയ്ത് വരുന്നതാണ് അണ്ടർ ബോഡി. ആ അണ്ടർ ബോഡി വന്നിട്ട് ഇപ്പോൾ നമ്മൾ കണ്ട സൈഡ് പാനലും റൂഫും വെച്ച് ആ ബോഡി ഷെല്ലിലേക്ക് അണ്ടർ ബോഡി ഫിക്സ് ചെയ്യും. സോ അങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ആവുന്നത്. അതാണൊരു ഹാർട്ട് ഓഫ് ദ കാർ എന്നൊക്കെ അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്ട്രക്ചർ ആവുന്ന അവിടെ വെച്ചാണ്. ഇപ്പം ഇത് അണ്ടർ ബോഡി ഫിക്സ് ചെയ്തിട്ട് വാഹനം മൂവ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വാഹനമല്ല, അതിൻ്റെ സ്ട്രക്ചർ മൂവ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സോ പാനൽസ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന സൈഡ് പാനലും അതുപോലെ അണ്ടർ ബോഡി പാനലും റൂഫ് പാനലെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് അത് സീലിങ്ങിന് വേണ്ടിയിട്ടാണ്. എല്ലാ പാർട്സിലും അത് സീൽ ചെയ്ത് അത് ആ പാർട്സ് എല്ലാം കവർ ചെയ്ത് സീലിംഗ് നടക്കുന്നതാണ് ഇത് പാർട്ട്. ഓരോ സ്പോട്ട് വെൽഡിങ്ങിൻ്റെ ഭാഗവും അത് സീൽ ചെയ്യും. എന്നിട്ടാണ് ഇത് ആ ഒരു ബ്ലൂ സ്ട്രക്ചർ, അവിടെ ഒരു ബ്ലൂ ഏരിയ കണ്ടോ, അവിടെ വെച്ചിട്ടാണ് ഇതെല്ലാം ഈ ജോമെട്രി എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു റീചെക്കാണ് നടക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ജോമെട്രി എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്പേസ് ആണത്. നിങ്ങൾക്ക് കാണാം ഓരോ പാർട്ടിൻ്റെയും അളവ് നോക്കുന്നത്, ഒരു റോബോട്ട് ഓരോ പാർട്ടിൻ്റെയും അളവ് നോക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഒരു
ഓരോ പാർട്ടും നമുക്ക് അളന്ന് ഓരോ പാർട്ടിൻ്റെയും ജോമെട്രി അളന്ന് കൃത്യമാണെന്ന് ചെക്ക് ചെയ്യുന്ന സ്പേസാണ് ഇവിടെ. അപ്പോൾ സീലിംഗ് കഴിഞ്ഞാൽ നേരെ സീലിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ബോഡി പാനൽസിൻ്റെ വർക്കെല്ലാം കഴിയും. സീലിംഗ് ആണ് അവിടെ നടന്നത്. സീലിംഗ് കഴിഞ്ഞിട്ട് വാഹനം കയറുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സീലിംഗ് കഴിഞ്ഞ് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ എല്ലാ സൈസെല്ലാം കറക്റ്റാണെന്ന് അറിയാം. അതുപോലെ നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ റൂഫ് ഫിക്സ് ചെയ്യുന്നതാണ്. റൂഫ് കൊണ്ടുവന്ന് റോബോട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കൊണ്ട് ഫിക്സ് ചെയ്യുന്നു. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ഫിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ റൂഫ് സ്പോട്ട് വെൽഡിങ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് റൂഫ് സ്പോട്ട് വെൽഡിങ്ങും ചെയ്യും. ഫ്രെയിമിൻ്റെ എല്ലാ സ്പോട്ട് വെൽഡിങ്ങും കഴിഞ്ഞ് റൂഫും ഫിക്സ് ചെയ്ത് സൈഡ് പാനലും ഫിക്സ് ചെയ്ത് അണ്ടർ ബോഡിയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ എന്തെങ്കിലും സ്പോട്ടാണെങ്കിൽ ഇത് ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോവും. അടുത്ത ലൈനിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും. ഡോറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട്. എല്ലാ വെൽഡിങ് പ്രൊസീജിയറും കഴിഞ്ഞ് അതിൻ്റെ ചെക്സും ഇൻസ്പെക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലേക്ക് പോകാനായിട്ട് മുകളിലേക്ക് ലിഫ്റ്റ് വെച്ചിട്ട് ഫ്രെയിം പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടുന്ന് അടുത്ത ലൈനിലേക്ക് ഇവിടെ നമുക്ക് വരുന്ന ഏതെങ്കിലും ഡോറിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് അടുത്ത ലൈനിലേക്ക് പോകുന്നതാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ വയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പം നമ്മളിവിടെ നിന്നപ്പോൾ പോലും അവിടുത്തെ സ്പോട്ട് വെൽഡിങ്ങിൻ്റെ ആ പൊരി ഇങ്ങോട്ട് തെറിച്ചു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് കയറുമ്പോൾ. ഇതാണ് നെക്സോണിൻ്റെ റൂഫ്. ഈ റൂഫാണ് ഇപ്പോൾ നമ്മൾ ആ ലൈനിൽ ഇപ്പോൾ റൂഫ് വന്ന് ഫിക്സ് ചെയ്യുന്നത് കണ്ട്. ഈ റൂഫാണത്. അപ്പോൾ ഈ റൂഫ് ഇവിടുന്ന് ആളുകൾ ഫിക്സ് ചെയ്ത് ആ ഒരു ലൈനിലേക്ക് വിടുന്നു. അത് റോബോട്ട് എടുത്തുകൊണ്ട് ആ ഒരു ഫ്രെയിമിനകത്തേക്ക് ഫിക്സ് ചെയ്യുന്നു. ഇതാണ് അണ്ടർബോഡി ഫ്രെയിം സ്പോട്ട് വെൽഡിങ് ചെയ്യുന്ന സ്പേസ്. അണ്ടർബോഡി ഫ്രെയിമാണ് ഇവിടുന്ന് സ്പോട്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അവിടെയാണ് സൈഡ് ബോഡിയും അതുപോലെ റൂഫും എല്ലാം ഫിക്സ് ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് പാർട്സ് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സ് ഡിഫറെൻറ്റ് ഏരിയയിൽ ഡിഫറെൻറ്റ് ലൈനിൽ വെച്ചിട്ടാണ് സ്പോട്ട് വെൽഡിങ് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു പാർട്ടാക്കിയിട്ടാണ് നിങ്ങൾ ആ മുകളിലേക്ക് അടുത്ത ലൈനിലേക്ക് പോകുന്നത് കാണുന്നത്. സോ ഈ ഒരു ലൈൻ കംപ്ലീറ്റ് അണ്ടർബോഡി സ്പോട്ട് വെൽഡിങ് ആയിരിക്കും നടക്കുക. അപ്പം ആ പാനലെല്ലാം ഫിക്സ് ചെയ്ത് ഡാഷ്ബോർഡും എല്ലാം ഫിക്സ് ചെയ്ത് സീറ്റും എല്ലാം ഫിക്സ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് കംപ്ലീറ്റ് ഷാസയാണ്. ഈ ഒരു ഷാസെ ഹെഡ്ലൈറ്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് വരുന്നതും ഇവിടെ നിങ്ങൾക്ക് കാണാം. എൻജിൻ വരുന്നു. എൻജിനും അതുപോലെ സസ്പെൻഷൻ സെറ്റപ്പ് എല്ലാം വരുന്നു. ഈ ലൈനിലാണ്. ഇതൊരു മാരേജ് ലൈൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് ഷാസയും എൻജിനും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് യോജിക്കുന്ന ഒരു ലൈനാണിത്. ഇവിടെ വന്നിട്ട് ഈ ഒരു വണ്ടിക്കാണ്, ഈ ഒരു വാഹനത്തിന്, ഈ നെക്സോണിനാണ് ഈ ഒരു എൻജിനും അതിൻ്റെ സസ്പെൻഷനും ഒക്കെ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഈ എൻജിൻ ആണ് ലിഫ്റ്റ് ചെയ്ത് എൻജിൻ ബേയിലേക്ക് കയറ്റി അല്ലെങ്കിൽ ഈ ഒരു വീലാർസിൻ്റെ അങ്ങോട്ട് കയറ്റി ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പും എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു മാരേജ് നടക്കുന്നത്. അതാണ് ഈ ഒരു ലൈനിൽ നടക്കുന്നത്. 3 പേര് ആണ് ഒരു എൻജിൻ ഫിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അത് ലിഫ്റ്റ് ചെയ്ത് അതിൻ്റേതായ സ്പേസിലേക്ക് കയറ്റി ഫിക്സ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് നിങ്ങൾ കാണുന്നത്. എൻജിൻ ഫിക്സ് ചെയ്യാൻ ഒരാൾ, അത് കഴിഞ്ഞിട്ടുള്ള ബേയിൽ ചെന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ടൈറ്റനിങ്ങും സ്ക്രൂയിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ ഓരോ ജോലിക്കും ഇപ്പോൾ എൻജിൻ ഫിക്സിങ്ങിൻ്റെ ഓരോ ജോലിക്കും ഓരോരോ ബേ ഉണ്ട്. ആ ബേയിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ജോലി ഈ എൻജിൻ ആ ഒരു ലിഫ്റ്റ് ചെയ്ത് മുകളിൽ കയറ്റി വെച്ച് അതിൻ്റെ കംപ്ലീറ്റ് ആ സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ആ ഒരു എൻജിൻ ആ ഒരു പാർട്ട് ഇതേക്കാണ്ടോ എൻജിൻ ഇല്ലാതെ വരുന്നു. അതിനകത്ത് എൻജിൻ ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് റെഡിയായി. ഈ ആളുകളും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. എൻജിനും ഷാസയും ഒരുമിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം വരുന്ന ലൈനാണിത്. ഇവിടെ വെച്ചിട്ടാണ് എൻജിൻ ഓയിൽ അതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് അങ്ങനെയുള്ള ഫ്ലൂയിഡ്സ് എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണേണ്ട ഇവിടുത്തെ ഡോറ് റിമൂവ് ചെയ്തു. അപ്പോൾ പെയിൻറ്റിൽ നിന്ന് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഡോറ് റിമൂവ് ചെയ്യും. കാരണം ഡോറ് ഉണ്ടെങ്കിൽ ഈ സീറ്റും ഡാഷ്ബോർഡും അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഡോറ് റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കാണാം ഈ ഒരു ബേയിൽ വന്ന് ഡോറ് രണ്ടാമത് റീഫിക്സ് ചെയ്യുന്ന ബേ ആണത്. അപ്പം ഇവിടുത്തെ എൻജിൻ ഓയിലും എല്ലാം ഫിക്സ് ചെയ്തിട്ട് തിരിച്ച് അടുത്ത ബേയിൽ വരുമ്പോഴാണ് എനിക്ക് ഡോറ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഫിക്സ് ചെയ്യുന്ന ഈ ഒരു ലൈനിലെത്തുന്നത്. സോ ഇതിപ്പോൾ നമ്മുടെ ഡോറും എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇൻസ്പെക്ഷൻ അതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതെല്ലാം വരുന്ന ഫൈനൽ ബേ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ എൻഡിലായിരിക്കും നമ്മളുടെ റോളിംഗ് ഔട്ട് കംപ്ലീറ്റ് വാഹനം റെഡി ആയിട്ട് റോൾ ഔട്ട് വരുന്ന ഇതിൻ്റെ എൻഡ് പോയിന്റിലായിരിക്കും. ഈ കാണുന്ന ബേയുടെ എൻഡ് പോയിന്റിലായിരിക്കും. സോ നമ്മൾ കണ്ട കംപ്ലീറ്റ് അവസാനത്തെ ലാസ്റ്റ് ബിറ്റ് ഓഫ് ഇൻസ്പെക്ഷനും അതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേഷനെല്ലാം കഴിഞ്ഞിട്ട് റോൾ ഔട്ട് സ്പേസ് ആണ്. ഇവിടുന്ന് നെക്സോൺ കംപ്ലീറ്റ് റെഡി ആയിട്ട് ഇറങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് വരുന്നത്. ഫൈനൽ അക്സെപ്റ്റൻസ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് വാഹനം റോൾ ഔട്ട് ചെയ്യുന്ന ആ ഒരു സ്പേസാണിത്. സോ ഇതാണ് ഫൈനലി നമ്മൾ ആ ഒരു ഫൈനൽ റോൾ ഔട്ട് പോയിന്റ് നമ്മൾ കണ്ടു. എല്ലാ ഇൻസ്പെക്ഷന് ശേഷം അതിനുശേഷം വീലിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഫൈനൽ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെയാണ് എല്ലാ വാഹനവും നിങ്ങൾക്ക് കാണാം. ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് നെക്സോൺ, പുതിയ നെക്സോൺ എല്ലാം ലൈനപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് ഒരു കസ്റ്റമർ ചെക്ക് പോയിന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇവിടെ ഒരു കസ്റ്റമർ വന്ന് കണ്ടാൽ എങ്ങനെയായിരിക്കും എന്ന് ഉള്ള ഒരു രീതിയിലാണ് ഇവിടെ വാഹനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്.
നെക്സോൺ ഇങ്ങനെയാണ് നമ്മളുടെ ഷോറൂമുകളിൽ എത്തുന്നത്.